ഹായ് എവരി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 CGL ഷിഫ്റ്റ് 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ നമ്മുടെ 2019 വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് ദി കറക്റ്റ് സിനോണിം ഓഫ് ദി ഗിവൺ വേർഡ്. ഓക്കെ, എന്താണ് സിനോണിം? അതെ, സെയിം മീനിങ് വരുന്ന ഡിഫറെൻറ്റ് വേർഡ് അല്ലേ? ഒരേ മീനിങ് വന്ന പല വാക്കുകൾ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള വാക്കുകളെയാണ്, അങ്ങനെ സെയിം മീനിങ് വന്ന ഡിഫറെൻറ്റ് വേർഡ്സിനെയാണ് നമ്മൾ സിനോണിം എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ വേർഡ് എന്ന് പറയുന്നത് ഒബ്ലിഗേറ്ററി. ഓക്കെ, എന്താണ് ഒബ്ലിഗേറ്ററി? അതെ, ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും അല്ലെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ അങ്ങനെ കമ്പൽസറി ആയിട്ട് അല്ലെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ പറയണതാണ് ഒബ്ലിഗേറ്ററി. ഓക്കെ, നിങ്ങൾക്ക് മീനിങ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒബ്ലിഗേറ്ററി എന്ന് വെച്ചാൽ എന്തെങ്കിലും മസ്റ്റായിട്ട് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട, ലീഗലായിട്ട് ഇറ്റ്സ് റിക്വയർഡ് ബൈ ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ ഒബ്ലിഗേറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഒബ്ലിഗേറ്ററി ആയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന മീനിങ് അല്ലെങ്കിൽ വേർഡ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി. എന്താണ് മാൻഡേറ്ററി? യെസ്, ഒബ്ലിഗേറ്ററി പോലെ തന്നെ സിമിലർ മീനിങ് വരുന്ന ഒരു വേർഡാണ് മാൻഡേറ്ററി. അതായത് മസ്റ്റായിട്ട് നമ്മൾ പറയില്ലേ, ഇറ്റ്സ് മാൻഡേറ്ററി ബൈ ലോ, ഇറ്റ്സ് റിക്വയർഡ് ബൈ ലോ. ഇതാണ് മാൻഡേറ്ററിയുടെ മീനിങ്. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം, റെക്ലെസ്. എന്താണ് റെക്ലെസ്? നമുക്കിപ്പോൾ ഒരു റിസ്ക് എടുക്കാതെ തന്നെ, മീൻസ് നമ്മൾ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ വില്ലിങ് അല്ല, വി ആർ നോട്ട് കെയർഡ് ഓഫ് ടേക്കിംഗ് ഇൻ റിസ്ക് അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടാവുക എന്ന് പ്രതീക്ഷിച്ച് ഒരു റിസ്ക്കും എടുക്കാതെ നടക്കുന്ന ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് നമ്മൾ റെക്ലെസ്. ഓക്കെ, ഇനി തേർഡ് ഓപ്ഷൻ നോക്കാം, യൂസ്ലെസ്. എന്താണ് യൂസ്ലെസ്? നമ്മൾ ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത കുറേ കാര്യങ്ങൾക്ക് നമ്മൾ പറയില്ല ഇറ്റ്സ് യൂസ്ലെസ്. അപ്പോൾ യൂസ്ലെസ് എന്ന് വെച്ചാൽ ഉപയോഗശൂന്യം. ഇനി ഫോർത്ത് ഓപ്ഷനാണ് അഗ്രസീവ്. എന്താണ് അഗ്രസീവ്? നമുക്കിപ്പോൾ ദേഷ്യം വരില്ലേ, ദേഷ്യം അതിൻ്റെ എക്സ്ട്രീം ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ ഹൈ ലെവൽ നിൽക്കുന്ന ആ ഒരു ലെവലിന് പറയുന്നതാണ് അഗ്രസീവ്. ഓക്കെ, ആങ്കർ തന്നെയാണ് അഗ്രസീവിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു സിനോണിം, ഒബ്ലിഗേറ്ററിയുടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന സിനോണിം എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം, സെലക്ട് ദ പാസീവ് ഫോം ഓഫ് ദ ഗീവൺ സെൻറ്റൻസ്. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ പാസീവ് ഫോം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതിലാണ്? ആക്റ്റീവ് വോയിസിലാണ് അല്ലേ? തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. നമ്മൾ ഈ ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്റ്റീവ് വോയിസിലുള്ള ഒരു കാര്യത്തെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ആക്റ്റീവ് വോയിസിൽ എന്തൊക്കെ കാര്യങ്ങൾ മെയിൻലി വേണം? ഒരു സബ്ജക്റ്റ് വേണം, വേർബ് വേണം, ഒബ്ജക്റ്റും വേണം. ഓക്കെ, ഈ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? ആക്റ്റീവ് വോയിസിലുള്ള സബ്ജക്റ്റ് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആവും. ഓക്കെ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആവും. അതുപോലെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റും ആവും. വേർബ് അങ്ങനെ തന്നെ, പക്ഷേ ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആ സെൻറ്റൻസ് നോക്കാം. ദ മാനേജർ കീപ്സ് ദ വർക്ക് പെൻഡിങ്. ഓക്കെ, ഇതിലെ ഏതാണ് സബ്ജക്റ്റ്? ദ മാനേജർ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഇതിലെ വേർബ് ഏതാണ്? കീപ്സ് എന്നുള്ളതാണ് വേർബ്. ഈ വേർബ് ഏത് ടെൻസിലാണ് കിടക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റിൽ. ഓക്കെ, ഇനി ഇതിലെ ഒബ്ജക്റ്റ് ഏതാണ്? ദി വർക്ക് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ പെൻഡിങ് എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ അത് വേർബ് അല്ലേ എന്ന്. പക്ഷേ ഈ ഒരു സെൻറ്റൻസിൽ പെൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ ജെറാൻ. ഓക്കെ, അതായത് നമുക്ക് വേർബായിട്ട് തോന്നും, പക്ഷേ ഈ ഒരു സെൻറ്റൻസിൽ ഇത് നൗണിൻ്റെ പെർഫോമൻസ് ആണ് നടത്തുന്നത്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ നൗൺ. ഓക്കെ, സോ ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദി മാനേജർ എന്നുള്ളത് ഒബ്ജക്റ്റ് ആവും, ദി വർക്ക് എന്നുള്ളത് സബ്ജക്റ്റും ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ ദി വർക്ക് എന്നുള്ളതാണ് സബ്ജക്റ്റായിട്ട് കിടക്കുന്നത്, മാനേജർ എന്നുള്ളതാണ് ഒബ്ജക്റ്റായിട്ട് കിടക്കുന്നത്. ഇനി വേർബാണ് നമുക്ക് മെയിൻലി നോക്കേണ്ടത്. ഓക്കെ, ഈ വേർബാണ് നമുക്ക് മെയിൻലി നോട്ട് ചെയ്യേണ്ടത്.
ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ ദ വർക്ക് ആർ ബീയിങ് കെപ്റ്റ് പെൻഡിങ് ബൈ ദി മാനേജർ. ഓക്കെ, അപ്പോൾ ഇത് ഏത് ടെൻസിലാണ്? ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്, ആർ ബീയിങ് കെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 അല്ല കറക്റ്റ്. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ദ വർക്ക് വാസ് കെപ്റ്റ് പെൻഡിങ് ബൈ ദി മാനേജർ. ഇവിടെ ടെൻസേ മാറിപ്പോയി, കാരണം വാസ് കെപ്റ്റ് എന്നുള്ളത് പാസ്റ്റിലാണ്. ഓക്കെ, ഇത് പാസ്റ്റിലാണ്, സോ ടെൻസേ മാറിപ്പോയി, അപ്പോൾ ഓപ്ഷൻ 2 അല്ല ആൻസർ. നമുക്ക് തേർഡ് ഓപ്ഷൻ നോക്കാം. ദ വർക്ക് ഹാസ് ബീൻ കെപ്റ്റ് പെൻഡിങ് ബൈ ദി മാനേജർ. ഓക്കെ, നമുക്ക് ഈ സെൻറ്റൻസിൽ ഹാസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയും ഹാസ് ഉണ്ടായാൽ നമുക്ക് ഇതായിരുന്നു റൈറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഹാസ് ബീൻ ഉപയോഗിക്കുന്നത് എന്താ? ഇഫ് ഇറ്റ് ഹാപ്പൻ ഫോർ എ ലോങ് ടൈം ആണെങ്കിൽ നമുക്ക് ഹാസ് ബീൻ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ സെൻറ്റൻസ് എടുക്കുന്ന സിമ്പിൾ പ്രസൻറ്റിലായിരുന്നു. ഓപ്ഷൻ 3 അല്ല. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ 4 നോക്കാം. ദ വർക്ക് ഈസ് കെപ്റ്റ് പെൻഡിങ് ബൈ ദി മാനേജർ. ഓക്കെ, ഇത് ഏത് ടെൻസിലാണ് കിടക്കണേ? ഈസ് കെപ്റ്റ്. ഇത് സിമ്പിൾ പ്രസൻറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, അതായത് ഇവിടുത്തെ എസ് ഫോം മാറി ഇവിടെ IS ആയി, പിന്നെ V3യുമായി. ഓക്കെ, സോ ഈ ഓപ്ഷൻ 4 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ദി ഗ്രമാറ്റിക്കൽ എറർ. ഈ ഒരു സെൻറ്റൻസിൽ ഗ്രമാറ്റിക്കൽ എറർ ഉണ്ട്. അങ്ങനെ ഗ്രമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് വെച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ 4 ഡിവിഷനായിട്ട് തിരിച്ചേക്കണേ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് പോവാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാവ് ബീൻ സെലക്റ്റഡ്. ഓക്കെ, ഹാവ് ബീൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ ഫോം വരുമ്പോഴാണ്. നമുക്ക് നോക്കാം നമ്മുടെ സെൻറ്റൻസ് പ്ലൂറൽ ഫോമിലാണോ കിടക്കുന്നത് എന്ന്. ഓക്കെ, വൺ ഓഫ് ദ ബോയ്സ് ഫ്രം അവർ സ്കൂൾ ഹാവ് ബീൻ സെലക്റ്റഡ് ഫോർ നാഷണൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, ഇതിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബോയ്സ്. ഓക്കെ, വൺ ഓഫ് ദി ബോയ്സ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് എടുക്കുന്നത് ഏതിലാണ്? സിംഗുലറിലല്ലേ? ഓക്കെ, വൺ ഓഫ് ദി ബോയ്സ് എന്നുള്ളത് സിംഗുലർ ആണ്. വൺ ഓഫ് ദി ബോയ്സ്, ബോയ്സിൽ ഒരാൾ. അപ്പോൾ ആ ഒരാൾ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഫ്രം അവർ സ്കൂൾ ഹാവ് ബീൻ വരുമോ? ഇല്ല, കാരണം സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കുമ്പോൾ നമ്മുടെ വേർബും അല്ലെങ്കിൽ ടെൻസും സിംഗുലർ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹാവ് ബീൻ എന്നാണ്, നമുക്ക് ഹാവ് ബീൻ അല്ല, ഇവിടെ ഹാസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ മിസ്റ്റേക്ക് പറ്റിയേക്കണത് എവിടെയാണ്? ഓപ്ഷൻ 1. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ്. ഏറ്റവും അനുയോജ്യമായ വേർഡ് വെച്ചിട്ട് നമ്മുടെ ഫിൽ ചെയ്യുക, സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, we must dash help to the homeless and physically disabled people. ഓക്കെ, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഹോംലെസ് വീടില്ലാത്തവർക്കുമായിട്ട് നമ്മൾ ഹെൽപ്പ് എന്താ ചെയ്യാറ്? ഹെൽപ്പ് കൊടുക്കുകയാണ് ചെയ്യണത് അല്ലേ? വി ആർ പ്രൊവൈഡിങ് ഹെൽപ്പ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ഓപ്ഷൻ ഏതാ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എക്സേർട്ട് ആണ്. എന്താണ് എക്സേർട്ട്? എക്സേർട്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സംതിങ് വി അപ്ലൈ ബൈ ഫോഴ്സ്, നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ച് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നത് നമ്മൾ എക്സേർട്ട് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 വരുമോ? വി മസ്റ്റ് എക്സേർട്ട് ഹെൽപ്പ്. നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു മനസ്ഥിതി വെച്ച്, നോട്ട് ബൈ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 അല്ല. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ഡൊണേറ്റ്. നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏതൊക്കെ അവസരങ്ങളാണ്? ഒന്നുകിൽ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടി ഡൊണേഷൻ മണി കൊടുക്കുമ്പോൾ. ഓക്കെ, അവിടെയൊക്കെയാണ് നമ്മൾ ഡൊണേഷൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഡൊണേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഈ സെയിം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ വേർഡ് തന്നെയാണ് കോൺട്രിബ്യൂട്ട്, സംഭാവന കൊടുക്കുക. ഓക്കെ, സംഭാവന കൊടുക്കുക, എന്തെങ്കിലും കോസസ് മൂലം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും സംഭാവന കൊടുക്കുക. ഓക്കെ, കോൺട്രിബ്യൂട്ട് അതാണ് മീൻ ചെയ്യുന്നത്. ദെൻ റെൻഡർ എന്ന് വെച്ചാൽ ഇറ്റ്സ് പ്രൊവൈഡ് എന്ന് തന്നെയാണ് മീനിങ്. ഓൾമോസ്റ്റ് ഈ 3യും സെയിം തന്നെയാണ്, പക്ഷേ ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് റെൻഡർ. നമ്മളിപ്പോൾ സാധാരണ വായിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന വേർഡ് റെൻഡർ ആവും. ഓക്കെ, സോ ഈ റെൻഡർ ഇസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, given below are 4 jumbled sentences. Select the option that give their correct order. അതായത് താഴെ 4 ഓപ്ഷൻസ് അല്ലെങ്കിൽ 4 സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ഈ സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഡറിലല്ല കിടക്കുന്നത്. നമ്മളിതിനെ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് ആ ഓപ്ഷൻസിന് നെയിം വെച്ചിട്ട് ആൻസർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാ കറക്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ,
However, the rate of population increase is another important factor to consider. നമുക്കറിയാം എപ്പോഴും ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു എസ്സേ എന്തിനെ പറ്റിയാണോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ ഒരു ഓവർവ്യൂ സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ വേണം. അങ്ങനെയായിരിക്കും എപ്പോഴും ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തുടങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഹൗഎവർ എന്ന് വെച്ചാൽ എന്താ, എന്നിരുന്നാലും. ഓക്കെ, എന്നിരുന്നാലും എന്ന് പറയുമ്പോൾ ദർ ഇസ് സംതിങ് ഹാപ്പൻ ബിഫോർ ദാറ്റ്. അതിന് മുമ്പിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഒരു സെൻറ്റൻസ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം എന്തിനെ പറ്റിയാണോ അതിൻ്റെ ഒരു ഓവർവ്യൂ ഉണ്ടായിരിക്കും. സോ ഓപ്ഷൻ എ അല്ല ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, ഇനി ഓപ്ഷൻ ബി നോക്കാം. ദിസ് ചേഞ്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ 2 ways. ഓക്കെ, ദിസ് ചേഞ്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ 2 ways. ഈ ഒരു ചേഞ്ച് നമുക്ക് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഒരു ന്യൂസ് എടുത്ത് വായിക്കുമ്പോൾ ആ ന്യൂസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെൻറ്റൻസിലായിരിക്കാം എന്ന് വിചാരിക്കുക. ദിസ് ചേഞ്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ 2 ways. നമ്മളെന്താ ചിന്തിക്കുക, വാട്ട് ദേ മീൻ ബൈ ദീസ് 2 ചേഞ്ച് അല്ലേ. ആദ്യം ഒരു കാര്യം പറയുമ്പോൾ എന്താണ് ആ കാര്യം എന്ന് നമ്മൾ മീനിങ് കൺവേ ചെയ്താലേ ബാക്കി നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ദിസ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും പ്രായോഗികമല്ല. ഓക്കെ, അപ്പോൾ ബിയും അല്ല. അപ്പോൾ നമുക്ക് ഈ ആൻസേഴ്സിൻ്റെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് 3 കളയാം, 4 കളയാം. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കാം. ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ റിഫേഴ്സ് ടു ദി ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് ഇൻഹാബിറ്റൻസ് ഓഫ് എ കൺട്രി. ഓക്കെ, ഒരു രാജ്യത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഹാബിറ്റൻസ്, അവിടുത്തെ ആളുകളുടെ നമ്പർ അനുസരിച്ചായിരിക്കും. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എന്താണ് എന്ന്, എന്ത് മീനിങ് ആണ്, എന്ത് കാര്യമാണ് പറയുന്നതെന്ന് ഫുള്ളി മീനിങ് കൺവേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി എന്താണ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. ഫസ്റ്റ് ഇൻ ടേംസ് ഓഫ് ആബ്സല്യൂട്ട് നമ്പേഴ്സ് ആൻഡ് സെക്കൻഡ് ഇൻ ടേംസ് ഓഫ് പേഴ്സൻറ്റ് ചേഞ്ച്. അപ്പോൾ ആദ്യത്തെ ചേഞ്ച് വന്നത് ആബ്സല്യൂട്ട് നമ്പേഴ്സിൻ്റെ ബേസിസിലും സെക്കൻഡ് ചേഞ്ച് വരുന്നത് പേഴ്സൻറ്റേജ് ചേഞ്ചിൻ്റെയും ബേസിലുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ കറക്റ്റ് ഫോമാറ്റ് എന്തായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഇൻഹാബിറ്റൻസ് ഓഫ് എ കൺട്രി എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് ചൂസ് ചെയ്യുക. അപ്പോൾ ആൻസർ ചൂസിങ്ങിൽ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും സി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ ബി ആണ് അടുത്ത സെൻറ്റൻസ് ആയിട്ട് വരിക. ദിസ് ചേഞ്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ 2 ways. ഈ ഒരു ചേഞ്ച് ഇൻ പോപ്പുലേഷനെ നമുക്ക് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ സി ബി. ഇപ്പം നമുക്ക് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് എന്നാലും അതിൻ്റെ കണ്ടിന്യൂഷൻ എന്താണെന്ന് നോക്കാം. ഈ ചേഞ്ച് 2 വേസിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് ഫസ്റ്റ് ഇൻ ടേംസ് ഓഫ് ആബ്സല്യൂട്ട് നമ്പേഴ്സ് ആൻഡ് സെക്കൻഡ് ഇൻ ടേംസ് ഓഫ് പേഴ്സൻറ്റേജ് ചേഞ്ച്. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ഹൗവർ, എന്നിരുന്നാലും അല്ലേ. എന്നിരുന്നാലും ദ റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു കൺസിഡർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി അണ്ടർലൈൻഡ് സെഗ്മെൻറ്റ് in the given sentence. If no substitution is required, select no improvement. Okay, അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു മാറ്റവും വേണ്ട എന്നാണ് നിങ്ങളുടെ ഇതെങ്കിൽ നോ ഇംപ്രൂവ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, നമുക്ക് സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. The director will agree with the proposal if we do not exceed the budget. ഓക്കെ, നമ്മൾ എഗ്രി വരുമ്പോൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് പ്രപ്പോസിഷൻ 2 ആയിരിക്കും, വിത്തല്ല 2 ആയിരിക്കും ഉപയോഗിക്കുന്നത്. സോ ഈ ഓപ്ഷൻസിൽ കറക്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എഗ്രി വരുമ്പോൾ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് അനുയോജ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി 7th ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ കോംപ്രഹെൻഷൻ ആണ്. In the following passage, some words have been deleted. ചില വേർഡ്സ് ഇപ്പോൾ നമുക്ക് ഈ പാസേജ് കാണുമ്പോൾ പറയാം ചില വേർഡ്സ് മിസ്സിംഗ് ആണ്. Fill in the blanks with the help of the alternatives given. അതായത് നമ്മുടെ താഴെ ആ ഓരോ ബ്ലാങ്കിനും ഓരോ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഓപ്ഷനിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന വേർഡ് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് ഇവിടെ ഫിൽ ചെയ്യുക. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫോർ ഈച്ച് ബ്ലാങ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ്
സെൻറ്റൻസ് നോക്കാം. കമ്മ്യൂണിക്കേഷൻ പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ മാൻ. ഒരു മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനും കമ്മ്യൂണിക്കേഷന് ഒരു റോളുണ്ട്. അത് നമ്മളപ്പോൾ അത് സെൻസിബിളായിട്ട് അല്ലെങ്കിൽ മീനിങ് ഫുള്ളായിട്ട് പറയുമ്പോൾ പ്രധാന ഒരു റോൾ ഉണ്ടെന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന മീനിങ് ഉള്ളൊരു വേർഡ് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോയെന്ന് നോക്കാം. നമ്മുടെ ഓപ്ഷൻ ഇതാണ്, ലൈഫ്ലെസ്. എന്താണ് ലൈഫ്ലെസ്? ലൈഫ്ലെസ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത, അല്ലേ? അങ്ങനെ ഒരു അവസ്ഥയെ നമ്മൾ ലൈഫ്ലെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈഫ്ലെസ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ സ്യൂട്ടബിൾ അല്ല. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ നമ്പർ 2, ടോട്ടൽ, മൊത്തത്തിൽ, മുഴുവനുമായിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷനും ഇവിടെ സ്യൂട്ടബിൾ അല്ല. പിന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് തേർഡ് വൺ, വൈറ്റൽ. വൈറ്റൽ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് മീനിങ് വരുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് മാൻ. അപ്പോൾ ഓപ്ഷൻ 3 വൈറ്റലാണ് കറക്റ്റ് വൺ. ഓക്കെ, എന്നാൽ നമുക്ക് ഫോർത്ത് ഓപ്ഷൻ നോക്കാം. ബെറ്റർ. എന്താണ് ബെറ്റർ? നമ്മൾ കമ്പാരിസനാണ് മിക്കപ്പോഴും ബെറ്റർ ഉപയോഗിക്കുന്നത്, അല്ലേ? ദിസ് തിങ് ഈസ് ബെറ്റർ ദാൻ അതർ. ഓക്കെ, അപ്പോൾ ബെറ്റർ ഓപ്ഷൻ, ആ ഓപ്ഷനും അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാവുന്നത് ഓപ്ഷൻ 3 വൈറ്റലാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് സെൻറ്റൻസ്, ഇറ്റ് ക്യാൻ ബി ലേൺഡ് ബൈ ഡാഷ് അവർ എഫേർട്സ്. ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പഠിക്കുന്നത് നമ്മുടെ എന്തോ എഫേർട്ട് മൂലമാണ്. ഓക്കെ, എന്ത് എഫേർട്ടാണെന്ന് നമുക്ക് ഓപ്ഷൻ വെച്ച് നോക്കാം. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് കോൺഷ്യസ്. ഓക്കെ, ഓപ്ഷൻ 1 എന്ന് പറയുന്നത് കോൺഷ്യസ്. ഈ കോൺഷ്യസ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബോധപൂർവമായിട്ട് ഉള്ള എഫേർട്ടിനാണ് നമ്മൾ കോൺഷ്യസ് എഫേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ബോധപൂർവമാണ്, അല്ലേ? അൺകോൺഷ്യസ്ലി നടക്കുന്ന ഒരു പ്രോസസ്സിങ് അല്ലെങ്കിൽ ഒരു സംഭവമല്ല ഈ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ്സ് ഹാപ്പൻസ് ത്രൂ അവർ കോൺഷ്യസ് എഫേർട്ട്. സോ നെക്സ്റ്റ് ഓപ്ഷൻ കോൺട്രഡിക്ടറി. കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാൽ എതിർ വശമുള്ള, അല്ലേ? അല്ലെങ്കിൽ എതിരായിട്ടുള്ള എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ആ ഒരു വേർഡും ഇവിടെ സ്യൂട്ടബിൾ അല്ല. ദെൻ തേർഡ് വൺ, അൺക്ലിയർ. അൺക്ലിയർ എഫേർട്ട് എന്ന് നമ്മൾ പറയുമോ? നോ, ഇറ്റ്സ് ഓൾവേസ് ദർ വിൽ ബി എ ക്ലിയർ എഫേർട്ട്. ഓക്കെ, സോ അൺക്ലിയർ അല്ല. ദെൻ നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻറ്റ്, പ്രധാനം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പ്രധാനം എന്നാണ്, പ്രധാനപ്പെട്ട ഒരു എഫേർട്ട്, അതും പറയത്തില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വന്നേക്കണ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, കോൺഷ്യസ് ആണ്. ഓക്കെ, നമുക്ക് തേർഡ് സെൻറ്റൻസിലെ ബ്ലാങ്ക് ഫില്ല് ചെയ്യാം. Today, success in our professional life depends on our dash to read, write and speak well, which results in effective communication. ഓക്കെ, അതായത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നമ്മുടെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ റീഡ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് സ്കില്ലിനെയൊക്കെ ബേസ് ചെയ്താണ്. അപ്പോൾ അവിടെ സ്കില്ലാണ് വേണ്ടത്. റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും വി ഓൾവേസ് നീഡ് സ്കിൽ, അല്ലെങ്കിൽ എബിലിറ്റിയാണ് വേണ്ടത്. സോ ടുഡേ സക്സസ് ഇൻ അവർ പ്രൊഫഷണൽ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഡാഷ് ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. എബിലിറ്റി, അവർ എബിലിറ്റി ടു റീഡ്, റൈറ്റ്, സ്പീക്ക്. നമ്മുടെ സ്കില്ല്, നമ്മുടെ കഴിവ്, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനുമുള്ള നമ്മുടെ സ്കില്ല്. അതുപോലെ തന്നെ ഫെസിലിറ്റി. ഫെസിലിറ്റി എന്ന് വെച്ചാൽ സൗകര്യം. നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും ഒക്കെ ഒരു ഫെസിലിറ്റി മാത്രം പോരാ, അതിനുള്ള എബിലിറ്റിയാണ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, തേർഡ് വൺ, അജിലിറ്റി. എന്താണ് അജിലിറ്റി? വേഗത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം. വേഗത്തിൽ ഓരോ കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? അതിനുള്ള സ്കിൽ അല്ലെങ്കിൽ എബിലിറ്റി വേണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3 അല്ല. ഇനി ഓപ്ഷൻ 4, വെറൈറ്റി, വ്യത്യസ്തമായ. അത് വരുമോ? അതും വരത്തില്ല. സോ ഓപ്ഷൻ 1, എബിലിറ്റി ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ടുഡേ സക്സസ് ഇൻ അവർ പ്രൊഫഷണൽ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ അവർ എബിലിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് വെൽ, വിച്ച് റിസൾട്ട്സ് ഇൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് കറക്റ്റ് വൺ. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ 4 നോക്കാം. സോറി, ബ്ലാങ്ക് നമ്പർ 4 എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് നോക്കാം. ബാരിയേഴ്സ് ഡാഷ് കമ്മ്യൂണിക്കേഷൻ ഹിൻഡർ ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഒരു പ്രപ്പോസിഷനാണ് അവിടെ മിസ് ആയിട്ടുള്ളത്. ഓക്കെ, ബാരിയേഴ്സ് ഡാഷ് കമ്മ്യൂണിക്കേഷൻ ഹിൻഡർ ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ നോക്കാം. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷനിലേക്കുള്ള ബാരിയേഴ്സ് ബൈ കമ്മ്യൂണിക്കേഷൻ. അത് വരത്തില്ല. ബാരിയേഴ്സിനാൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒരിക്കലും പറയത്തില്ല. ബാരിയേഴ്സ് എഗെയിൻസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതും അവിടെ സ്യൂട്ടബിൾ അല്ല. ബാരിയേഴ്സ് ഫ്രം കമ്മ്യൂണിക്കേഷൻ, അതും സ്യൂട്ടബിൾ. സോ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വേണ്ട പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഹിൻഡർ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഓക്കെ, അടുത്ത ബ്ലാങ്ക് നമുക്ക് ഫില്ല് ചെയ്യാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡാഷ് ദീസ് ബാരിയേഴ്സ്. നമ്മളതൊന്ന് ചിന്തിക്കുക. നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് എന്തിനായിരിക്കും? അതിനെ ഓവർകം ചെയ്യുക, അല്ലേ? അതിനെ മറികടക്കാനായിരിക്കും നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അതിനെ
സ്ട്രെങ്തൻ ചെയ്യാനോ സക്സീഡ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ അല്ല ശ്രമിക്കേണ്ടത് അല്ലേ, എപ്പോഴും ബാരിയേഴ്സിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഓവർകം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓപ്ഷൻ നോക്കാം. സ്ട്രെങ്തൻ, നമ്മൾ ബാരിയേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യാണോ വേണ്ടത്? അല്ല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്ട്രെങ്തൻ ദീസ് ബാരിയേഴ്സ് എന്ന് പറയത്തില്ല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഓവർകം ദി ബാരിയേഴ്സ് അല്ലേ. നമ്മുടെ മുന്നിൽ എന്ത് തടസ്സം ഉണ്ടായാലും വി ഷുഡ് ട്രൈ ടു ഓവർകം ഇറ്റ്. ഓക്കെ, തേർഡ് വൺ സക്സീഡ്, മീനിങ്ഫുൾ അല്ല. ഫോർത്ത് വൺ ക്രിയേറ്റ്, നമ്മൾ ബാരിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാണോ വേണ്ടത്? അല്ല. സോ ഓപ്ഷൻ 2 ഓവർകം ഇസ് ദി കറക്റ്റ് വൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Select the word which means the same as the group of words given. ഓക്കെ, ഇവിടെ നമുക്കൊരു സെൻറ്റൻസ് എന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് തന്നേക്കണം. എ സോങ് സങ് അറ്റ് എ ബെറിയൽ, നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ പാടുന്ന കുറച്ച് ഗാനങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഗീതങ്ങൾ, അതിന് എന്താണ് പറയണത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഡേർജ്. എന്താണ് ഡേർജ്? ഡേർജ് എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചെടുക്കിന് പാടുന്ന ആ ഒരു ഗാനത്തിൽ അല്ലെങ്കിൽ ഗീതങ്ങൾക്ക് പറയണതാണ് ഡേർജ്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സോണറ്റ്. സോണറ്റിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. അത് 14 ലൈൻസ് പോയമായിരിക്കും. 14 ലൈൻസേ ആ പോയത്തിൽ ഉണ്ടാവുള്ളൂ. പലതരത്തിലുള്ള സോണറ്റ്സ് ഉണ്ട്. ഷേക്സ്പിയറിയൻ സോണറ്റ്സ്, പെൻസേറിയൻ സോണറ്റ്സ്, ഓക്കെ, പാട്രിയാർക്കൻ സോണറ്റ്സ്. ഇതിന് പ്രത്യേക റൈം സ്കീംസ് ഉണ്ടാവും. അപ്പോൾ സോണറ്റ്സ് അല്ല. ദെൻ ഹൈം. എന്താണ് ഹൈം? നമ്മൾ സങ്കീർത്തനങ്ങളിലെ ബൈബിളിലെ അതൊക്കെ വായിക്കണ ആ ഒരു ടോണിനാണ് നമ്മൾ ഹൈം എന്ന് പറയുന്നത്. ഇനി അടുത്ത് ബലാറ്റ്. എന്താണ് ബലാറ്റ്? നമ്മൾ സ്റ്റോറീസൊക്കെ പാട്ടിൻ്റെ രൂപത്തിൽ പാടി മറ്റുള്ളവരെ അറിയിക്കുക എന്നതിനാണ് ബലാഡ് എന്ന് പറയുന്നത്. നമ്മുടെ പാണരുടെ പാട്ടൊക്കെ ഇല്ലേ, അതിനൊക്കെയാണ് ബലാഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഏറ്റവും സ്യൂട്ടായിട്ട് അല്ലെങ്കിൽ കൃത്യമായ മീനിങ് കൊടുക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഡേർജ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Given below are 4 jumbled sentences. Select the option that gives their correct order. Okay, jumbled sentence 4 തന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് ഓർഡറിലാക്കി അതിൻ്റെ ഏത് ഓപ്ഷൻ എന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ്. However, they ignore the truth that progress and success are proportional to the labor they put in. Okay, ഞാൻ പറഞ്ഞു ഒരു സെൻറ്റൻസിന് സ്റ്റാർട്ടിങ് ഒരിക്കലും however തുടങ്ങത്തില്ല. ഓക്കെ, കാരണം എന്താ? ഹവവർ എന്ന് വെച്ചാൽ എന്നിരുന്നാലും എന്നാണ്. അപ്പോൾ ദർ ഇസ് സംതിങ് ഹാപ്പൻ ബിഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഹവവർ എന്നൊരു ഓപ്ഷൻ വരില്ല. അപ്പോൾ നമുക്കിവിടെ ആൻസർ ചൂസ് ചെയ്യാനല്ലോ ഓപ്ഷൻ 4 കളയാം. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ദ ജനറൽ ഹ്യൂമൻ ടെൻഡൻസി ഈസ് ടു ഫൈൻഡ് ഫോൾട്ട്സ് ഇൻ ദ പോളിസീസ് ഫ്രെയിംഡ് ബൈ ദി ഗവൺമെൻറ്. അടുത്ത ഓപ്ഷൻ നോക്കാം. ദ ബ്ലെയിം ദ ഗവൺമെൻറ് ഫോർ ദിയർ സ്ലോ പ്രോഗ്രസ് എക്സ്പെക്ടിങ് മിറാക്കിൾസ് ആൻഡ് മാജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദിയർ ലൈഫ്. ഓപ്ഷൻ 4 നോക്കാം. സോ പീപ്പിൾ ഓപ്പൺലി ക്രിട്ടിസൈസ് ആൻഡ് കണ്ടം ദി പോളിസി മേക്കേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഈ ഓപ്ഷൻസ് വായിച്ചപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി ഇല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. ദ ജനറൽ ഹ്യൂമൻ ടെൻഡൻസി ഈസ് ടു ഫൈൻഡ് ഫോൾട്ട്സ് ഇൻ ദി പോളിസീസ് ഫ്രെയിംഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഓരോ പോളിസീസിലും ഫോൾട്ട് കണ്ടെത്തുക അല്ലെങ്കിൽ കുറ്റം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ജനങ്ങളുടെ ടെൻഡൻസി. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് എല്ലാ രീതിയിലും ഉള്ളൊരു മീനിങ് കൺവേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ബി നമുക്ക് സെലക്ട് ചെയ്യാം ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട്. നമുക്ക് എന്നാലും ഓപ്ഷൻ സി നോക്കാം. ദേ ബ്ലെയിം ദ ഗവൺമെൻറ്. ഹു ബ്ലെയിം ദ ഗവൺമെൻറ്? ഒരു സെൻറ്റൻസിന് സ്റ്റാർട്ടിങ്ങിൽ ദേ ബ്ലെയിം ദ ഗവൺമെൻറ് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഹു, ഈ ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് ദേ വെച്ച് തുടങ്ങൂല. അപ്പോൾ ഓപ്ഷൻ സി അല്ല. ഇനി സോ പീപ്പിൾ ഓപ്പൺലി ക്രിട്ടിസൈസ് ആൻഡ് കണ്ടം ദി പോളിസി മേക്കേഴ്സ്. ഓക്കെ, ഈ സോ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു റീസൺ പറഞ്ഞിട്ട് അതിന് ശേഷമായിരിക്കും, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 ഇവിടെ ആൻസർ ചൂസ് ചെയ്യുന്നതിൽ ഓപ്ഷൻ ഡിയും അല്ല. ഓക്കെ, ബി ആണോ? ദ ജനറൽ ഹ്യൂമൻ ടെൻഡൻസി. യെസ്, ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. നമുക്ക് ഓപ്ഷൻ 3 നോക്കാം. സി, ദേ ബ്ലെയിം ദ ഗവൺമെൻറ്. ദേ എന്ന് വെച്ച് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഓപ്ഷൻ 3 അല്ല. അപ്പോൾ ഓപ്ഷൻ 1 ബി ഡി സി എ എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. സ്കിൻറ്റിലേറ്റിംഗ്. ഓക്കെ, സ്കിൻറ്റിലേറ്റിംഗ്. എന്താണ് സ്കിൻറ്റിലേറ്റിംഗ്? യെസ്, ഷൈനിങ് ബ്രൈറ്റ്ലി. ഓക്കെ, അതിനാണ് നമ്മൾ സ്കിൻറ്റിലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ഗ്ലിറ്ററിങ്. ഗ്ലിറ്ററിങ്, നമ്മൾ ഗ്ലിറ്റർ എന്നൊക്കെ പറയത്തില്ലേ, ഡ്രസ്സിൽ ഗ്ലിറ്ററാണ് എന്ന് പറയത്തില്ലേ, ആ സെയിം മീനിങ്. ഗ്ലിറ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനിങ് തന്നെയാണ്. സ്റ്റിഞ്ചിങ്. എന്താണ് സ്റ്റിഞ്ചിങ്? സ്റ്റിഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ
ബീസ് ഇല്ലേ, തേനീച്ച, അതിൻ്റെ മുള്ളിലെ അറ്റത്ത്, കൊമ്പിൻ്റെ അറ്റത്ത് കൂർത്തിരിക്കണത്, അതുപോലുള്ള സാധനങ്ങൾ വെച്ച് കുത്തുകയാണ് നമുക്ക് വൂണ്ട് ഉണ്ടാവത്തില്ലേ, അതിനാണ് നമ്മൾ സ്റ്റിഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ ഫ്ലാറ്ററിങ്. ഫ്ലാറ്ററിങ് എന്ന് വെച്ചാൽ നമ്മൾ മുഖസ്തുതി പറഞ്ഞ് ചിലർ വീഴ്ത്താൻ നോക്കത്തില്ലേ, അതാണ് ഫ്ലാറ്ററിങ് എന്ന് പറയുന്നത്. ദെൻ ബോറിങ്. ബോറിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇവിടെ സ്കിൻഡ്ലിങ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വന്നേക്കുന്നത് സിനോണിം എന്ന് പറയുന്നത് ഗ്ലിറ്ററിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the sentence, identify the segment which contains the grammatical error. ഓക്കെ, ഗ്രാമാറ്റിക്കൽ എറർ ഉള്ള സെൻറ്റൻസ് ഏതാണെന്ന് വെച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഒരു സെൻറ്റൻസ്, ഐ ക്യാൻ സ്വിം വെരി ഫാസ്റ്റ് വെൻ ഐ വാസ് ഓൺലി 5. എനിക്ക് 5 വയസ്സുണ്ടായിരുന്നപ്പോൾ എനിക്ക് സ്വിം ചെയ്യാൻ, നീന്താൻ കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ഏത് ടെൻസിലാണെന്ന് ആദ്യം നോക്കണം. ഈ സെൻറ്റൻസ് ഏത് ടെൻസിലാണ് കിടക്കണതെന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഏത് ടെൻസിലാണ്? ഇറ്റ് ഈസ് ഇൻ പാസ്റ്റ് അല്ലേ. ഐ വാസ് ഓൺലി 5, എനിക്ക് 5 വയസ്സുണ്ടായിരുന്നപ്പോൾ, കാരണം 5 വയസ്സ് കഴിഞ്ഞാൽ മുതിർന്നയാളെ. സോ ഇത് ഏതിലാണ്? പാസ്റ്റിലാണ് കിടക്കുന്നത്. സോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സെൻറ്റൻസിലെ ബാക്കി ടെൻസും പാസ്റ്റിലാണോ എന്നുള്ളതാണ്. ഐ ക്യാൻ സ്വിം, കഴിയും എന്നാണോ? 5 വയസ്സുണ്ടായിരുന്നപ്പോൾ എനിക്ക് നീന്താൻ കഴിയും എന്നാണോ നമ്മൾ പറയേണ്ടത്? ഇല്ല, കഴിഞ്ഞു. സോ നമ്മൾ ക്യാനിൻ്റെ V3 ഫോം കുഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്യാനിൻ്റെ ഫോം മാറ്റി കുഡ് ആക്കി നമ്മൾ മാറ്റണം. ഓക്കെ, ഐ കുഡ് സ്വിം വെരി ഫാസ്റ്റ് വെൻ ഐ വാസ് ഓൺലി 5. അപ്പോൾ മിസ്റ്റേക്ക് വന്നേക്കുന്നത് ഐ ക്യാൻ സ്വിം എന്നുള്ളതിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇതിനകത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ഒരു വേർഡ് ആയിരിക്കും കറക്റ്റ് ഉണ്ടാവുള്ളൂ, ബാക്കി 3 ഓപ്ഷൻസിലെ വേർഡ് റോങ്ലി സ്പെൽഡ് ആയിരിക്കും. എക്സ്ഹോസ്റ്റ്, എന്താണ് എക്സോസ്റ്റിൻ്റെ സ്പെല്ലിങ്? കറക്റ്റ് ആണോ? EXHOUST ആണോ എക്സോസ്റ്റിൻ്റെ സ്പെല്ലിംഗ്? അല്ല, ഓയ്ക്ക് പകരം എ ആണ് വേണ്ടത്. ഓക്കെ, ഓയ്ക്ക് പകരം എ വേണം. ഇനി അടുത്ത് എക്സിബിറ്റ്, EXHIBIT, എക്സിബിറ്റ്, ഇതാണ് കറക്റ്റ്. ഇനി എക്സ്ട്രാക്ട്, EXTERACT ആണോ എക്സ്ട്രാക്ട് സ്പെല്ലിംഗ്? അല്ല, എക്സ്ട്രാക്റ്റിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് EXTRACT, ഇതാണ് എക്സ്ട്രാക്റ്റിൻ്റെ സ്പെല്ലിംഗ്. ഇനി അടുത്ത് എക്സെയിൽ, എക്സെയിലിൻ്റെ സ്പെല്ലിംഗ് EXHAIL ആണോ? അല്ല, EXHALE, ഇതാണ് എക്സെയിലിൻ്റെ സ്പെല്ലിംഗ്. സോ നമ്മുടെ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എന്ന് പറയുന്നത് എക്സിബിറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗീവൺ ഇഡിയം. ഇതൊരു ഇഡിയമാണ്. ഇഡിയം എന്ന് വെച്ചാൽ എന്താ? ഇഡിയം, നമ്മളൊരു ഇഡിയം പറയുമ്പോൾ അതിൻ്റെ ലിറ്ററൽ മീനിങ് അല്ല നോക്കേണ്ടത്, അതിൻ്റെ അണ്ടർലൈൻ മീനിങ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയത്തില്ലേ, ഒരു വെടിക്ക് 2 പക്ഷി, അതൊക്കെ മലയാളത്തിലെ ഇഡിയമാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനത്തെ ഒരു ഇഡിയമാണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. എ ഹാർഡ് നട്ട്, നമുക്കൊരു നട്ട്ഷെൽ എടുക്കുവാണെങ്കിൽ അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടു ക്രാക്ക്, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ ഒരു ഡിഫിക്കൽട്ട് പ്രോബ്ലം എന്നുള്ള മീനിങ് ആണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന വേർഡ്സും കൊണ്ട് അല്ലെങ്കിൽ ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാം. നോട്ട് റെസ്ട്രെയിൻഡ്, റെസ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ? കൺട്രോൾഡ്, നോട്ട് കൺട്രോൾഡ് അതല്ല. ഈസിലി എൻകറേജ്ഡ് അതല്ല. ഈസിലി ഡിസപ്പോയിൻമെൻറ്റ് അതുമല്ല. പിന്നെ എ ഡിഫിക്കൽട്ട് പ്രോബ്ലം എന്നുള്ളതാണ് കറക്റ്റായിട്ട് തന്നെ ഇഡിയം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി കറക്റ്റ് ആൻറ്റോണിം ഓഫ് ദി ഗീവൺ വേർഡ്. തന്നിരിക്കുന്ന വേർഡിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻറ്റോണിം. എന്താണ് ആൻറ്റോണിം? സിനോണിം എന്ന് പറഞ്ഞാൽ സിമിലർ മീനിങ് വന്ന അല്ലെങ്കിൽ സെയിം മീനിങ് അല്ലെങ്കിൽ ഈക്വൽ മീനിങ് വന്ന ഡിഫറെൻറ്റ് വേർഡിനാണ് നമ്മൾ സിനോണിം എന്ന് പറയുന്നത്. ആൻറ്റോണിം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് മീനിങ് വന്ന വേർഡ്സ്. ഓക്കെ, അതിനാണ് നമ്മൾ ആൻറ്റോണിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യുസൻറ്റ്, എന്താണ് ക്യുസൻറ്റ്? ഇനാക്റ്റീവ് എന്ന് പറയുന്ന ഒരു മീനിങ് തന്നെയാണ് ക്യുസൻറ്റ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന മീനിങ് ഉള്ള ഒരു വേർഡ് ഏതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ക്യുസൻറ്റ് എന്ന് വെച്ചാൽ ഇനാക്റ്റീവ്. ഫസ്റ്റ് വൺ ഡിജക്റ്റഡ്. ഡിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ നിരാശ എന്നാണ് അർത്ഥം. ഓക്കെ, ഡിജക്റ്റഡ് മീനിങ് നിരാശ. ദെൻ ആക്റ്റീവ്, അതെന്താണെന്നറിയാം. പീസ്ഫുൾ, അതും അറിയാം. ഫോർത്ത് വൺ ഇൻഡിഫറൻറ്റ്. ഓക്കെ, അപ്പോൾ ക്യുസൻറ്റ് എന്ന് പറയുന്ന ആൻറ്റോണിം ഏതാണ്? ക്യുസൻറ്റ് എന്ന് വെച്ചാൽ ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവിന് ഓപ്പോസിറ്റ് എന്താ? ആക്റ്റീവ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ്.
ഓക്കെ, ഇനി നമുക്ക് 19th ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി ഇൻഡയറക്റ്റ് നറേഷൻ ഓഫ് ദി ഗീവൺ സെൻറ്റൻസ്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഡയറക്റ്റ് സ്പീച്ചിലാണ്. ഇത് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നമ്മളിത് കൺവേർട്ട് ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാണ്. നമുക്ക് ആദ്യം സെൻറ്റൻസ് വായിക്കാം. ഹി സെഡ് ടു ദി ഹോട്ടൽ റിസപ്ഷനിസ്റ്റ്, ക്യാൻ യു ടെൽ മീ ദി ടാരിഫ് ഓഫ് റൂംസ്? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച്. ഇത് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇതിൻ്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോനൗൺ ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം, പിന്നെ ടെൻസ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഹി എൻക്വയർഡ് ദ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ഇഫ് ഹി ക്യാൻ ടെൽ ഹിം ദ ടാരിഫ് ഓഫ് റൂംസ്. ഓക്കെ, ഈ നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ സെൻറ്റൻസ് കിടക്കുന്നത് ഏത് ടെൻസിലാണ്? പ്രസൻറ്റിലാണ് അല്ലേ? ഇത് തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റിലാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിനെ സിമ്പിൾ പാസ്റ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സിമ്പിൾ പ്രസൻറ്റിനെ സിമ്പിൾ പാസ്റ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഹി എൻക്വയർഡ് ദ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ഇഫ് ഹി ക്യാൻ ടെൽ ഹിം ദ ടാരിഫ് ഓഫ് റൂംസ്. ഈ ഫസ്റ്റ് ഓപ്ഷൻ 1 ഏതിലാണ് കിടക്കുന്നത്? ഏത് ടെൻസിലാണ് കിടക്കണേ? സിമ്പിൾ പ്രസൻറ്റിലാണ്. അപ്പോൾ ഓപ്ഷൻ 1 അല്ല കറക്റ്റ്. നമുക്ക് ഓപ്ഷൻ 2 നോക്കാം. ഹി ആസ്ക്ഡ് ദ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ഇഫ് ഹി കുഡ് ടെൽ ഹിം ദ ടാരിഫ് ഓഫ് റൂംസ്. ഓക്കെ, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അതിൻ്റെ ടെൻസ് കറക്റ്റാണ്, സബ്ജക്റ്റ് പ്രോണൗൺ ആയിട്ട് വന്ന സബ്ജക്റ്റും കറക്റ്റാണ്. സോ ഓപ്ഷൻ 2 കറക്റ്റാണ്. നമുക്ക് എന്നാലും ഓപ്ഷൻ 3 നോക്കാം. ഹി ആസ്ക്ഡ് ദ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ദാറ്റ് ഇഫ് ഹി ക്യാൻ ടെൽ ഹിം ദ ടാരിഫ് ഓഫ് റൂംസ്. ഇതിലെയും ടെൻസ് റോങ് ആണ്. ഓക്കെ, ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കാം. ഹി ആസ്ക്ഡ് ദ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ടു ടെൽ ഹിം ദ ടാരിഫ് ഓഫ് റൂംസ്. ഇതിൽ ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങേ മാറിപ്പോയി ഇല്ലേ? ആ ക്യാൻ അല്ലെങ്കിൽ കുഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടില്ല. സോ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറേ മാറിപ്പോയി. സോ ഓപ്ഷൻ 4 അല്ല. അപ്പോൾ ഓപ്ഷൻ 2 ഹി ആസ്ക്ഡ് ദ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ഇഫ് ഹി കുഡ് ടെൽ ഹിം ദ ടാരിഫ് ഓഫ് റൂംസ് എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് സ്പീച്ചാണ് കറക്റ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. തന്നിരിക്കുന്ന 4 വേർഡ്സിൽ നിന്നും കറക്റ്റായിട്ട് സ്പെല്ലിംഗ് വരുന്ന വേർഡ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുക. ഓക്കെ, ബൊക്കെ. ബൊക്കയുടെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? BOUQUE ആണോ? അല്ല, ബൊക്കയുടെ സ്പെല്ലിംഗ് BOUQUET. ഇതാണ് ബൊക്കെ സ്പെല്ലിംഗ്. സർക്കാസം കറക്റ്റ്ലി സ്പെൽഡ് വേർഡാണ്. SARCASM, സർക്കാസം. തേർഡ് വേർഡ് നോക്കാം. ഹ്യൂമിലിയേഷൻ. ഇതിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? HUMILLIATION, ഹ്യൂമിലിയേഷൻ. പക്ഷേ ഹ്യൂമിലിയേഷന് ഒരല്ലേ ഉള്ളൂ. HUMILIATION. ഇതാണ് ഹ്യൂമിലിയേഷൻ സ്പെല്ലിംഗ്. നമുക്ക് ഫോർത്ത് ഓപ്ഷൻ നോക്കാം. റിട്ടാലിയേറ്റ്. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പെല്ലിംഗ്? RETALAITE. റിട്ടാലിയേറ്റിൻ്റെ സ്പെല്ലിംഗ് RETALIATE ആണ് റിട്ടാലിയേറ്റ് സ്പെല്ലിംഗ്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 സർക്കാസം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Select the most appropriate option to substitute the underlined segment in the given sentence. If no substitution is required, select no improvement. നമ്മുടെ സെൻറ്റൻസ് അതായത് ദ ക്യാപ്റ്റൻ ആസ് വെൽ ദ പ്ലേയേഴ്സ് വെർ റെസ്പോൺസിബിൾ ഫോർ വിന്നിങ് ദ ട്രോഫി എന്ന് പറഞ്ഞ സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് എന്തോ എറർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ എറർ മാറ്റി നമ്മൾ അവിടെ കറക്റ്റായിട്ടുള്ള ഫോം ചേർക്കണം. ഇനി അവിടെ എറർ ഇല്ലെങ്കിൽ നിങ്ങൾ നോ ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ ക്യാപ്റ്റൻ ആസ് വെൽ ദ പ്ലേയേഴ്സ് വെയർ, അവിടെയാണ് എറർ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആസ് വെൽ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ ആസ് വെല്ലസ് എന്നാണ് മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊരു ലിങ്കിങ് ആണ് അല്ലേ? ആസ് വെല്ലസ് ലിങ്കിങ് വേർഡ്സ് ആണ്. അപ്പോൾ ആസ് വെല്ലസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആസ് വെൽ എന്നല്ല. പിന്നെ ഇങ്ങനെയുള്ള ലിങ്കിങ് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് 2 സബ്ജക്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യം വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏത് ഇതിലാണ് കിടക്കണേ എന്നുള്ളതാണ്. സിംഗുലറിലാണോ പ്ലൂറലിലാണോ ആദ്യത്തെ സബ്ജക്റ്റ് കിടക്കുന്നത് എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ആസ് വെല്ലസ്,
ബട്ട്, ബിറ്റ്വീൻ ഇങ്ങനെയുള്ള വേർഡ്സ് വരുമ്പോൾ നമ്മൾ ആദ്യം വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് സിംഗുലറിലാണോ പ്ലൂറലിലാണോ എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം വന്നിരിക്കുന്ന സബ്ജക്റ്റ് ദ ക്യാപ്റ്റൻ എന്നുള്ള വേർഡാണ്. ദ ക്യാപ്റ്റൻ എന്നുള്ളത് സിംഗുലർ ആയ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് ഓക്കെ സിംഗുലർ ആവണം. ഇവിടെ സിംഗുലറിലാണോ കിടക്കുന്നത്? അല്ല, വേർ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ നൗൺ വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഇവിടെ വേർ മാറ്റി നമ്മൾ വാസ് ആക്കണം. ഓക്കെ, സോ ഈ ഓപ്ഷനിൽ നിന്ന് ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്, ദ ക്യാപ്റ്റൻ ആസ് വെൽ as ദ പ്ലേയേഴ്സ് വാസ്. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആസ് വെൽ as എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ്സ് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്, ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് ഇതിലാണ് സബ്ജക്റ്റ് കിടക്കുന്നത്, അതായത് സബ്ജക്റ്റ് കിടക്കുന്നത് സിംഗുലറിലാണോ പ്ലൂറലിലാണോ എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി സിംഗുലറിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർബും സിംഗുലർ ആവണം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് സിംഗുലർ അല്ല, ക്വസ്റ്റിനെ കൊടുത്തേക്കണം പ്ലൂറലാണ്, വെയർ എന്ന് പറയുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയർ മാറ്റി അവിടെ വാസ് ആക്കണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കാം. സെലക്ട് ദി അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗീവൺ ഇഡിയം. ഇഡിയം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് ഇഡിയം നോക്കാം. ടു ടേക്ക് ഫ്രഞ്ച് ലീവ്. ഓക്കെ, ടു ടേക്ക് ഫ്രഞ്ച് ലീവ് എന്നുള്ളതാണ് തന്നിരിക്കുന്ന ഇഡിയം. നമുക്കറിയാം ഈ ഒരു ഇഡിയം വന്ന ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ 18th-19th സെഞ്ച്വറി മുതൽ ഫ്രാൻസിൽ ഇപ്പോൾ എന്തെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് പോകണമെങ്കിൽ അവർ ഒരു അറിയിപ്പും കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഒരു ലീവ് ഫോമും കൊടുക്കാണ്ട് നേരെ ലീവ് എടുക്കും. ഓക്കെ, ടേക്കിംഗ് ലീവ് വിത്തൗട്ട് എനി ഇൻറ്റിമേഷൻ, ഒരു അറിയിപ്പും കൂടാണ്ട് ലീവ് കൊടുക്കുന്നതിനാണ് നമ്മൾ ടു ടേക്ക് ഫ്രഞ്ച് ലീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുന്ന ഓപ്ഷൻ ഏതാണ്? ടു ലീവ് വിത്തൗട്ട് എനി ഇൻറ്റിമേഷൻ, വെൽക്കം ദി ഹോസ്റ്റ്, അക്നോളജ് ദി ഹോസ്റ്റ്, ലീവ് വിത്ത് റിട്ടേൺ പെർമിഷൻ. ഓക്കെ, ഇതിൽ ഓപ്ഷൻ 1 ലീവ് വിത്തൗട്ട് എനി ഇൻറ്റിമേഷൻ എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 23rd ക്വസ്റ്റ്യൻ പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ്. അതെ, അപ്രോപ്രിയേറ്റ് ഉള്ള വേർഡ് വെച്ചിട്ട് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. ഹാൻഡിൽ ദിസ് ഗ്ലാസ് ടേബിൾ വിത്ത് കെയർ ബിക്കോസ് ഇറ്റ് ഈസ്. ഓക്കെ, ഹാൻഡിൽ ദി ഗ്ലാസ് ടേബിൾ. നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും എന്തെങ്കിലും ഗ്ലാസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വന്നേക്കണ ഓപ്ഷൻ ഇതാണ്. ഓക്കെ, ഹാൻഡിൽ ദിസ് ഗ്ലാസ് ടേബിൾ വിത്ത് കെയർ ബിക്കോസ് ഇറ്റ് ഈസ്. ഒന്നെങ്കിൽ അത് വേഗം ഡാമേജ് ആവും അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും എന്നുള്ള മീനിങ് ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇതിലേതാണ് സ്യൂട്ടബിൾ, ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് എന്ന് നോക്കുക. ഫസ്റ്റ് വേർഡ് എന്നുള്ള ഫ്രജൈൽ എന്നുള്ളതാണ്. ഫ്രജൈൽ എന്നുള്ള വേർഡ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് വെരി ഡാമേജബിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, വേഗം ഡാമേജ് പറ്റും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഫ്രജൈൽ എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ്, ഫ്രൂഗൽ. എന്താണ് ഫ്രൂഗൽ? നമ്മൾ പിശുക്കൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ മണി അല്ലെങ്കിൽ ഗുഡ്സ് സർവീസസ് അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം ചിലവാക്കുക. ഓക്കെ, ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ പിശുക്ക് എന്നുള്ള മീനിങ് ആണ്. വോളറ്റൈൽ. വോളറ്റൈൽ എന്ന് വെച്ചാൽ എന്താ? അൺസ്റ്റേബിൾ, സ്റ്റേബിൾ അല്ല, എപ്പോൾ വേണമെങ്കിലും മാറാം. ഡക്ടൈൽ, ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആണെങ്കിൽ അത് നമ്മൾ വോളറ്റൈൽ എന്ന് പറയും. സോ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന മീനിങ് എന്ന് പറയുന്നത് ഫ്രജൈൽ ആണ്. ഇറ്റ് ഈസ് ഈസിലി ഡാമേജബിൾ. ഓക്കെ, ഹാൻഡിൽ ദിസ് ഗ്ലാസ് ടേബിൾ വിത്ത് കെയർ ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രജൈൽ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് ദ സെയിം ആസ് ദ ഗീവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. തന്നിരിക്കുന്ന ഈ ഒരു വേർഡിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന വേർഡ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നമുക്ക് സെൻറ്റൻസ് നോക്കാം. സംതിങ് ദാറ്റ് കനോട്ട് ബി ഹേർഡ്. നമുക്ക് കേൾക്കാൻ പറ്റാത്ത എന്തോ, അതിന് നമ്മൾ എന്തെന്നാ പറയുക? ഇൻഓഡിബിൾ, ഇൻഫാലിയബിൾ, ഇർവോക്കബിൾ, ഓഡിബിൾ. ഓക്കെ, ഇൻഓഡിബിൾ എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റാത്തൊരു അവസ്ഥ. ഇൻഫാലിയബിൾ, നമ്മൾ ശ്രദ്ധിച്ച് ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ ഇൻഫാലിയബിൾ എന്ന് പറയും. ഇർവോക്കബിൾ, ഇമ്പോസിബിൾ ടു ചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ഓഡിബിൾ, കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് അവൻ്റെ വേർഡ് ഏതാണ്? സംതിങ് ദാറ്റ് കനോട്ട് ബി ഹേർഡ്, ഇറ്റ്സ് ഇൻഓഡിബിൾ. ഓക്കെ, നമുക്ക് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദി കറക്റ്റ് ആൻറ്റോണിം ഓഫ് ദി ഗിവൺ വേർഡ്. തന്നിരിക്കുന്ന വേർഡിൻ്റെ ആൻറ്റോണിം ഏത്, അതായത് ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ് ഏതാണെന്ന് ചൂസ് ചെയ്യുക. നമ്മുടെ വേർഡ് എന്ന് പറയുന്നത് എക്സോഡസ് ആണ്. എന്താണ് എക്സോഡസ്? നമ്മൾ ബൈബിളിലൊക്കെ കേട്ടിട്ടില്ലേ എക്സോഡസ്? അങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ ഇല്ലേ നമ്മുടെ ബൈബിളിൽ, പുറപ്പാട്. ഓക്കെ, ദാറ്റ് വി ആർ ലീവിങ്, ഡിപ്പാച്ചർ എന്നുള്ള മീനിങ് ആണ് എക്സോഡസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
പുറത്തേക്ക് പോവുക. റീഫണ്ട്, നമ്മളൊരു ഫണ്ട് കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടുവാണെങ്കിൽ റീഫണ്ട് എന്ന് പറയും. അറൈവൽ, വരിക. ഡിപ്പാച്ചർ, പുറപ്പെടുക. അപ്പോൾ ഇവിടെ എക്സോഡസ് എന്നുള്ളതിന് ആൻറ്റോണിം ഓപ്പോസിറ്റ് ആയിട്ട് വന്നേക്കുന്നത് എക്സോഡസ് എന്ന് പറഞ്ഞാൽ പുറപ്പെടുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? വരിക. സോ അറൈവൽ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ 2019 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സും അതിൻ്റെ ക്ലാരിഫിക്കേഷൻസും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.